വീട്ടിൽ തിരികെ എത്തിയ ശേഷം എല്ലാവരും ശ്രുതിനെയും കുറ്റപ്പെടുത്തുന്നു. തുടർന്ന് കിട്ടുന്ന പണമെല്ലാം വെറുതെ കളയുകയാണെന്നും എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ പണം തിരികെ കൊടുക്കണമെന്നും സച്ചി പറയുന്നു. തുടർന്ന് മലേഷ്യയിലുള്ള അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം വാങ്ങിത്തരാൻ സച്ചി പറയുന്നതോടെ ശ്രുതി ഞെട്ടിപ്പോകുന്നു. ശേഷം പാർലറിലെത്തിയ ഒരു പെരുങ്കള്ളിയാണെന്നും എനിക്കിവരെ നല്ല സംശയമുണ്ടെന്നും സച്ചി പറയുന്നു. ശേഷം രവീന്ദ്രൻ ഇരുവരെ ആശ്വസിപ്പിക്കുകയും പണം തിരികെ പിടിക്കാനുള്ള വഴികളെപ്പറ്റി ആലോചിക്കാനും പറയുന്നു. ശേഷം എങ്ങനെയും നീ വിശ്വനാഥനെ കണ്ടെത്തണമെന്നും ആ പണം തിരികെ വാങ്ങണമെന്നും രവീന്ദ്രൻ സച്ചിയോട് പറയുന്നു. പിന്നീട് സച്ചി ആനന്ദിനെയും കൂട്ടി വിശ്വനാഥനെ അന്വേഷിച്ചിറങ്ങുന്നു. തുടർന്ന് ബംഗ്ലാവിനടുത്തുള്ള ഒരു കരിക്ക് കടയിൽ നിന്നും വിശ്വനാഥൻ ഒരു ഫ്രോഡാണെന്നും വിശ്വനാഥൻ്റെ വീട്ടിൽ സ്ഥിരമായി ജോലി ചെയ്തിരുന്ന ഒരാളെ പറ്റിയും സീരിയൽ നടനായ ശ്രീകാന്ത് വിശ്വനാഥനെ കാണാനായി സ്ഥിരം വരുന്ന വിവരവും സച്ചി അറിയുന്നു. പിന്നീട് നീലിമ കൊടുത്ത കൂളിംഗ് ഗ്ലാസും വെച്ചുകൊണ്ട് ലക്ഷ്മിയമ്മയുടെ പൂക്കടയിൽ രേവതിയെ കാണാനെത്തുന്ന സച്ചിയെ കണ്ട് ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ഉണ്ടെന്ന് ദേവുവും രേവതിയും പറയുന്നു. തുടർന്ന് നീലിമ കൊടുത്ത കൂളിംഗ് ഗ്ലാസ് സച്ചി രേവതിക്ക് കൊടുക്കുകയും രേവതിനെ ചേർത്ത് നിർത്തി സെൽഫി എടുക്കുകയും ചെയ്യുന്നു. ശേഷം ഫോട്ടോ സെൻഡ് ചെയ്യാനായി സച്ചിയുടെ ഫോൺ വാങ്ങുന്ന ദേവു നീലിമയുടെ ഫോട്ടോ കാണുകയും ഇവരാണ് സുധിയുടെ കാശുമായി മുങ്ങിയ സുധിയുടെ കാമുകിയെന്നും സച്ചിയോട് പറയുന്നു. ഇത് കേട്ട് സച്ചി ഞെട്ടിപ്പോകുന്നു. തുടർന്ന് അവളെ ഞാൻ വെറുതെ വിടില്ലെന്നും അച്ഛൻ്റെ കാശ് ഞാൻ അവളുടെ കയ്യിൽ നിന്നും വാങ്ങുമെന്നും സച്ചി പറയുന്നു. ശേഷം നീലിമയുടെ വീട്ടിലെത്തുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.